ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെ ചേനത്തണ്ട് ചെറുപയർ തോരൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചേനത്തണ്ട് 2 പീസ് എടുക്കുക. അതിൻ്റെ തൊലി കളഞ്ഞ് വളരെ ചെറുതായി അരിഞ്ഞത് 1 കപ്പ്. തൊലി കളഞ്ഞതാണിത്. ഇതിനെ വളരെ ചെറുതായി അരിഞ്ഞത് 1 കപ്പ്. അതിനെ വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ചെറുതായി അരിയേണ്ടത്. നേരത്തെ അരിഞ്ഞ് 1 കപ്പ് വച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാനുണ്ട്. ഇങ്ങനെ രീതിയിൽ അരിയുക. അത് വെള്ളത്തിൽ അരിഞ്ഞിട്ടതിന് ശേഷം നല്ലവണ്ണം അതൊന്ന് പിഴിഞ്ഞെടുത്തത് 1 കപ്പ്. ചെറുപയർ വേവിച്ചത് 1 കപ്പ്. ചെറുപയർ ഉപ്പിട്ട് വേവിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അരപ്പ് ആവശ്യത്തിന് അരച്ച് വയ്ക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി വെച്ചാൽ കടുക് താളിക്കുക. ഉള്ളി, വറ്റൽമുളക്. ഈ വറ്റൽമുളക് എൻ്റെ വീട്ടിലുണ്ടായ വറ്റൽമുളക് ചെറിയ മുളകാണ്. പിന്നെ കറിവേപ്പില നല്ലവണ്ണം താളിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചേനത്തണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഏകദേശം 1 കപ്പുണ്ട്. ചേനത്തണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെറുപയറിന് ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിൻ്റെ ഉപ്പും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം വളരെ കുറച്ച് ഉപ്പിടുക. അതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന 1 കപ്പ് ചെറുപയർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ചെറുപയർ തലേ ദിവസം കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ വേവിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് വെന്ത് കിട്ടും. അത് ആഡ് ചെയ്തു. എല്ലാം കൂടെ നല്ലവണ്ണം യോജിപ്പിക്കുക. പിന്നെ 2-3 കൊച്ചുള്ളി, 3-4 പച്ചമുളക്, 2 വെളുത്തുള്ളി അരിഞ്ഞത് ഇതിനും കൂടെ ഇതിനോട് ആഡ് ചെയ്യണം. നമ്മൾ തോരൻ്റെ അരച്ചപ്പോൾ അതിൽ ഉള്ളി അരച്ചിട്ടുണ്ട്. എങ്കിലും ഇത് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അടച്ചു വെച്ച് വേവിക്കുക. ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചേനത്തണ്ടിൽ നിന്ന് വെള്ളം ഊറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം വെന്ത് കഴിഞ്ഞു. നമുക്ക് ഇത് തുറന്ന് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തോരൻ്റെ അരപ്പ്, അരമുറി തേങ്ങ, ജീരകം, മഞ്ഞൾ, ഉള്ളി, പച്ചമുളക് കൂട്ട് ഇതിലേക്ക് ചേർക്കുക. അരമുറി തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഉള്ളി നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ചേനത്തണ്ട് വളരെ ഔഷധമുള്ളതാണ്. നമുക്ക് എവിടെയെങ്കിലും ചേനത്തണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ കറി വെച്ച് നോക്കാൻ ശ്രമിക്കുക. ഏകദേശം എല്ലാം തന്നെ വെന്ത് കഴിഞ്ഞു. നമുക്കിതിൽ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തിക്കും ചോറിനും പറ്റിയ ഒരു കറിയാണിത്. ചപ്പാത്തിക്കാണെങ്കിൽ ഇതിന് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഇത് തോരനായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുക. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് ചൂടോടെ ഉപയോഗിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇതിന് മേളിൽ ഒഴിച്ചു കൊടുക്കാം. ചേനത്തണ്ട് ചെറുപയർ തോരൻ റെഡി. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.